കുറച്ചു മനുഷ്യരുടെ സ്ഥിരം യാത്ര ഇങ്ങനെയാണ്. ചുറ്റിക്കറങ്ങി മടുത്തവർക്ക് മാത്രം വശമുള്ള വഴികളിലൂടെ ഒരു യാത്ര. നാളെ വരണേ. ശരീരം മുതൽ ഒടുവിൽ കഴുത്തറ്റം വരെ തൊടുന്ന അപകടത്തിന്റെ ജലരേഖയും കടന്ന് മറുകരയിലേക്ക്. ഇപ്പുറം കൊല്ലം ജില്ലയിലെ ശൂരനാടും അപ്പുറം പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ പ്രദേശവുമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പൊടി കുട്ടികളെയും കൊണ്ട് വന്നിട്ട് രക്ഷകർത്താക്കൾ അക്കരെ ഇക്കരെ നിന്ന് ഈ കുട്ടികളെ തോളിലിരുത്തിയാണ് അക്കരയിലോട്ട് കൊണ്ടുപോകുന്നതും അക്കരെയുള്ള കുട്ടികളെ ഇപ്പുറത്തോട്ട് LPC പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോകുന്നത്. 6 കിലോമീറ്റർ ഏകദേശം ചുറ്റിക്കറങ്ങി വേണം രക്ഷകർത്താക്കൾ ഈ കുട്ടികളെയും കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുവിട്ടിട്ട് വന്ന് അവർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. വഴിമുട്ടിയപ്പോൾ കൃഷി അവസാനിപ്പിച്ചവരുമുണ്ട്. ചെറുപ്പക്കാരൊന്നും കൃഷിയോട്ട് വരുന്നില്ല. മുതിർന്നവർക്ക് ഇതുപോലെ ഈ യാത്രാ സൗകര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ കൃഷി ഒരുപാട് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അക്കരെ ഇക്കരായിട്ട് ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് തന്നെ 2 രാജ്യങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അക്കരെ ഒരു വീടുമായിട്ടൊന്ന് ബന്ധപ്പെടാനും ഇക്കരെ ഒരു വീടുമായിട്ട് വരാനൊക്കെ 2 രാജ്യമായിട്ടാണ് തോന്നുന്നത്. അത്രയ്ക്ക് അകലമാണ്. പരിഹാരമായി പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉണക്കുകാലത്ത് ഇറങ്ങാൻ പറ്റും, അല്ലാത്തപ്പോൾ പറ്റത്തില്ല. ഉണക്കുകാലത്ത് ഒരാഴ്ചയൊക്കെ ഉള്ളു, അത് കഴിഞ്ഞാൽ പിന്നെ കനാൽ വെള്ളം വന്ന് നിറയും. ഈ യാത്ര തുടങ്ങി അവസാനിക്കുന്നതുവരെ കണ്ടു നിൽക്കുന്നവർക്ക് പേടിയാണ്. എന്നാൽ ഈ മനുഷ്യരോട് ചോദിച്ചാൽ അവർ പറയുന്നത് അവസ്ഥ കാരണം ഇത് ശീലമായെന്നാണ്. ഈ കാഴ്ച കണ്ട് മനസ്സലിയേണ്ടത് അധികാരികളുടേതാണ്. ഇവിടുന്ന് ചുറ്റിപ്പോകണമെങ്കിൽ 6 കിലോമീറ്റർ 6.5 കിലോമീറ്ററോളം പോകേണ്ടി വരും. ഇങ്ങനെ നേരെ പോകാമെന്നെങ്കിൽ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ സ്കൂളിൽ പോകാൻ, പിന്നെ അതുകൊണ്ട് തന്നെ വിപണി പോകാൻ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. കറങ്ങി പോകുമ്പോൾ 5-6 കിലോമീറ്ററോളം നടന്നു പോകണം. അപകടമല്ലേ ഇത്? അപകടമാണ്. എന്താ പരിഹാരമായിട്ട് പറയുന്നത്? പരിഹാരമായിട്ട് കാണാൻ പാലം വേണം ഞങ്ങൾക്ക്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.